നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭ ഇലക്ഷൻസ് എല്ലാം കഴിഞ്ഞു, റിസൾട്ട് എല്ലാം വന്നിരിക്കുകയാണ്. ഈ ഇലക്ഷൻ റിസൾട്ട്സ് ചിലരിലെങ്കിലും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും അത് മാർക്കറ്റിലും ഉണ്ടാക്കി. അങ്ങനെ മാർക്കറ്റിൽ ഒരു വലിയ തകർച്ചയൊക്കെ നേരിട്ടു. ആ അവസരം ശരിക്കും നിങ്ങൾ മുതലെടുത്ത് കാണുമെന്ന് കരുതുന്നു. സെക്കൻഡറി മാർക്കറ്റിൽ കുറേയൊക്കെ ഓഹരികളെങ്കിലും നിങ്ങൾക്ക് നല്ല ഓഹരികൾ വാങ്ങിയെടുക്കാൻ ആ അവസരത്തിൽ കഴിഞ്ഞു കാണുമെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട്സിലെ കൺഫ്യൂഷനെല്ലാം മാറി പുതിയ ഗവൺമെൻറ് രൂപം കൊള്ളുകയാണ്. ഇനി ഇന്ത്യ വളരെയധികം വേഗത്തിൽ കുതിച്ചു കയറും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വീണ്ടും മാർക്കറ്റ് വൻ കുതിപ്പിലേക്ക് തന്നെ പ്രവേശിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം വൈകിയിട്ടില്ല നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് ഒരു IPO വന്നിരിക്കുകയാണ്. ലേ ട്രാവലസ് ടെക്നോളജി ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. പക്ഷേ ഈ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ ഒരു അപരിചിതത്വം തോന്നുകയാണെങ്കിലും അതിൻ്റെ ബ്രാൻഡ് നെയിം വളരെയധികം സുപരിചിതമാണ്. ഇക്സിഗോ എന്ന പേരിലാണ് കമ്പനിയുടെ ബ്രാൻഡ് അറിയപ്പെടുന്നത്. ഇതൊരു ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമാണ്. ഈ ഇക്സിഗോയുടെ ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോം വഴി ഒരു പ്രാവശ്യമെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാത്തവരുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ട്രെയിൻ, ബസ്, ഫ്ലൈറ്റ്, അങ്ങനെ എല്ലാ രീതിയിലും, അതായത് ഹോട്ടൽ ബുക്കിംഗ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഇഷ്യൂ ജൂൺ 10-ാം തീയതി ആണ്. 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 740.1 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 120 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്, ബാക്കിയുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. 6.66 കോടി ഓഹരികളാണ് ഇപ്പോഴത്തെ ഷെയർ ഹോൾഡേഴ്സും പ്രൊമോട്ടേഴ്സും വിറ്റഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓഹരിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ലേ ട്രാവലൂസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടാനും ഒന്നും മടിക്കരുത്. പലരും അത് മടിക്കുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ ട്രാവൽ ആപ്പാണ് ഇക്സിഗോ എന്നുള്ളത്. 2023 ധനകാര്യ വർഷത്തിൽ ഏകദേശം 49.07 ദശലക്ഷം ട്രാൻസാക്ഷൻസാണ് അവരുടെ ആപ്പ് വഴി നടന്നിട്ടുള്ളത്. ഒരു മാസം ഏകദേശം 83 ദശലക്ഷം ആക്റ്റീവ് യൂസേഴ്സ് ഇവരുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നു എന്നാണ് കമ്പനിയുടെ കണക്കുകൾ. അതായത് ഒരു 429.38 ദശലക്ഷം ആനുവൽ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് എന്ന് കമ്പനിയുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ് ഇക്സിഗോ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. 2023 ധനകാര്യ വർഷത്തിൽ 46.15% ആയിരുന്നു അവരുടെ മാർക്കറ്റ് ഷെയർ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലെങ്കിൽ അത് 2024 ആദ്യ പകുതി ആയപ്പോൾ തന്നെ 52.4% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബസ്സിൻ്റെ കാര്യത്തിൽ, ബസ് ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അവരുടെ ആപ്പ് അഭിബസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അഭിബസ് ആണ് 11.5% 2023 അവരുടെ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നെങ്കിൽ 2024 ആദ്യ പാദം നോക്കുമ്പോഴത്തേക്കും 12.5 അഭിബസിൻ്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പേരുകളൊന്നും എടുത്തു പറയാനില്ല. 120 കോടി രൂപ ഫ്രഷ് ഓഹരികളാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. 620 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ 6.66 കോടി ഓഹരികളാണ് ഈ ഇപ്പോഴത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിറ്റഴിക്കുന്നത്. അപ്പോൾ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. സേഫ് പാർട്ട്നേഴ്സ്, അതുകൂടാതെ പീക്ക് 15 പാർട്ട്നേഴ്സ്, അതുകൂടാതെ ഇൻഡിവിജ്വൽസ് അലോക് ബാജ്പേയി, രജനീഷ് കുമാർ, അതുകൂടാതെ മൈക്രോമാക്സ് ഇൻഫോമാറ്റിക്സ്, പ്ലേസിറ്റ് ഹോൾഡിങ്സ്, ഇവരെല്ലാമാണ് പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സായിട്ട് കാണിക്കുന്നത്. ഇവരാണ് 6.66 കോടി ഓഹരികൾ ഈ അവസരത്തിൽ അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ചെറിയൊരു ഭാഗം ഇപ്പോൾ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കമ്പനിയെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങൾ പരിശോധിക്കുകയാണ്. EPS 0.62 ആണ്.
റേഷ്യോ ആണെങ്കിൽ 150.19 എന്ന് കാണുന്നുണ്ട്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 5.74% ആണ്. NAV 9.98 പെർ ഷെയറുമാണ്. ഇനി കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തുന്നത്? അതിൻ്റെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 120 crores അവരെന്തിനു ഉപയോഗിക്കും എന്ന് നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 45 കോടി രൂപ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. 25.8 കോടി രൂപ അവർ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അതിലേക്ക് നിക്ഷേപിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് അവരുടെ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് അക്വിസിഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പിന്നെ ജനറൽ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കാം. എന്തായാലും ഈ ഓൺലൈൻ ട്രാവൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകളുണ്ടല്ലോ, മറ്റ് ലിസ്റ്റഡ് കമ്പനികൾ. അതിലൊന്ന് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ആണ്. അവരുടെ PE പറഞ്ഞിരിക്കുന്നത് 61.83 ആണ്. യാത്ര ഓൺലൈനാണ് മറ്റൊരു ലിസ്റ്റഡ് പിയർ കമ്പനി. 244.13 ആണ് അവരുടെ PE റേഷ്യോ കാണുന്നത്. ഇപ്പോൾ ഈ കമ്പനിയുടെ, അതായത് ലേ ട്രാവലേഴ്സ് ടെക്നോളജിയുടെ 150.19 ആണ് ഇപ്പോഴത്തെ 2023 PE റേഷ്യോ. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ക്യാപിറ്റൽ, ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, JM ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്, ഇവരൊക്കെയാണ് അതിൻ്റെ ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി നമുക്ക് ലേറ്റ് റവന്യൂസ് ടെക്നോളജിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കുക. എന്തായാലും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പനികൾക്കും കോവിഡ് കാലം വളരെ ദുരിതപൂർണമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവർ ഏതാണ്ട് നിലച്ച പോലെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ. എന്തായാലും അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത കമ്പനികളിൽ ഒന്ന് തന്നെയാണ് ഈ കമ്പനിയും. ഇക്സിക്കോയുടെ പ്രവർത്തനം വല്ലാതെ ബാധിച്ച ഒരു കാലമാണ് ഈ കോവിഡ് കാലം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം കമ്പനിയുടെ വരുമാനം വല്ലാതെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2021 138.41 കോടി രൂപയാണ് അവരുടെ റവന്യൂ. അടുത്ത വർഷം 384.94 ആണ്. 2023 517.57 കോടി രൂപയാണ് അവരുടെ റവന്യൂ കാണിക്കുന്നത്. 2024 ആദ്യ 3 പാദങ്ങളിൽ 497.1 കോടി രൂപയാണ് അവരുടെ റവന്യൂ ആയിട്ട് കാണുന്നത്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 7.58 ആണ് 2021 ഇവരുടെ അറ്റാദായം കാണുന്നത്. 2022 ആയപ്പോഴത്തേക്ക് ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. -21.24 ആണ് കമ്പനിയുടെ അറ്റാദായം എന്ന് പറയുന്നത്. അതായത് നെറ്റ് ലോസാണ്, നെഗറ്റീവാണ് ഫിഗർ. എന്നാൽ അതിൻ്റെ അടുത്ത വർഷം 2023 ആയപ്പോഴത്തേക്കും കമ്പനി കരകയറി 23 പോസിറ്റീവായിട്ട് 23.19 കോടി രൂപയുടെ അറ്റാദായം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 9 മാസം 2024 65.53 എന്നാണ് അറ്റാദായം കാണിക്കുന്നത്. അപ്പോൾ അതായത് 2022 ധനകാര്യ വർഷത്തിൽ നിന്ന് 2023 വരുമ്പോഴത്തേക്കും അവരുടെ റവന്യൂവിൽ 34.46% ഒരു വർധനവും ഈ അറ്റാദായത്തിൽ 210.91% വർധനവുമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോവിഡ് ബാധിച്ചതിന് ശേഷം, അതിൻ്റെ ആ ഒരു അഫക്റ്റ് ചെയ്തതിന് ശേഷം കമ്പനി വല്ലാതെ നല്ല നിലവാരത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ലേറ്റ് റവന്യൂസ് ടെക്നോളജിയുടെ IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ 10 മുതൽ 12 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 88 രൂപ മുതൽ 93 രൂപ വരെയാണ്. 120 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളുണ്ട്. 620.1 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലാണുള്ളത്. അങ്ങനെ ടോട്ടൽ സൈസ് പറയുമ്പോൾ 740.1 കോടി രൂപയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ്. മിനിമം ബിഡ് ചെയ്യേണ്ടത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് 161 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ കേവലം 1 രൂപ മാത്രമാണ് ഇതിൻ്റെ. റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നത് 10%, 15% HNIസിനും 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അലോക്കേഷൻ വരുന്നത് ജൂൺ 13 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്, അത് ജൂൺ 18 ആയിരിക്കും. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയർ തന്നെയാണ്.
ഇവർ ഡിവിഡൻഡ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ഡിവിഡൻഡ് പോളിസി ഉണ്ട്. ലാഭത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് വളരെ മോശമായിരുന്നു ഇതിൻ്റെ റവന്യൂവും അറ്റാദായവും എങ്കിലും പിന്നീട് അതിനുശേഷം കമ്പനി വളരെ വേഗത്തിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ ഫ്യൂച്ചറുള്ള ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാർ തൽക്കാലം സൂക്ഷിച്ച് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ലേ ട്രാവനേഴ്സ് ടെക്നോളജി ലിമിറ്റഡിൻ്റെ IPO ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ രീതിയിലും വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.